സങ്കീർത്തനം 34 സങ്കീർത്തനം Psalms 34 verse 18 18ാമത്തെ വാക്യം. Psalms 34 verse 18. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. The Lord is near to those who have a broken heart and saves such as have a contrite spirit. So, ദൈവത്തിൻ്റെ സന്നിധിയിലെ ദൈവം നമ്മളെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ താങ്ങുന്ന ഒരു കർത്താവ്. Many times when we go through situations, our heart is totally broken. We don't know what to do. എന്താണ് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്നു. Then what do? We go to the Lord. And here is the answer. He says, He saves such as have a contrite spirit. Lord is near to those who are really broken heart. ഹൃദയത്തിൽ നുറുങ്ങിയിരിക്കുന്നവരോട് കർത്താവ് സമീപസ്ഥൻ. എന്നോട് പറഞ്ഞിരിക്കുന്നു, and saves such as have a contrite spirit. Can we read in Tamil, brother, verse 18? நொறுங்குண்ட இருதயம் உள்ளவர்களுக்கு கர்த்தர் சமீபமாய் இருந்து நறுங்குண்ட ஆவியுள்ளவர்களை ரட்சிக்கிறார். So here ദൈവത്തിന്റെ ഒരു സഹായിക്കുന്ന ഒരു രീതി പിന്നെയും സങ്കീർത്തനങ്ങളുടനീളം നമ്മൾ വായിക്കും. Verse 22 22ാമത്തെ വാക്യം നമ്മൾ വായിക്കാം. Verse 22 Psalms 34 verse 22. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. The Lord redeems the soul of his servants, and none of those who trust in him shall be condemned. Now if you read Romans chapter 8 verse 1 and this one, it is almost the same. അല്ലേ? റോമൻ 8ന്റെ 1 34 22 ഒന്നിച്ച് വായിച്ചു നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇത് കർത്താവിന്റെ ഹൃദയത്തിൽ ആദ്യം ഉണ്ടാകുന്ന ആ പദ്ധതി തന്നെയാണ് ദൈവം പിന്നെ ആവർത്തിച്ച് പറയുന്നത്. വായിച്ചാട്ട വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നു, The Lord redeems the soul of his servants, and none of those who trust in him shall be condemned. അപ്പോൾ ഇത് രണ്ടും നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവെ ക്രിസ്തുയേശുവിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു ശിക്ഷാവിധിയുമില്ല. ലേഖനത്തിൽ നമ്മൾ പിന്നെയും വായിക്കുമ്പോൾ നമ്മൾ കടന്നു വരുന്നിടത്ത കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു, കർത്താവായ യേശു ക്രിസ്തു പാപിയായിരുന്ന നമ്മളെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടെടുത്തു. പാപം വെറുതെ ക്ഷമിച്ചു തന്നല്ല, തന്റെ രക്തത്താൽ അതിന് പേ ചെയ്ത് അതിന് പരിഹാരം വരുത്തി നമ്മുടെ പാപം ക്ഷമിച്ചു തന്നതാണ്. അങ്ങനെ നമ്മുടെ പാപം ക്ഷമിച്ചു തരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പുതിയ ഒരു ഹൃദയം തരും. ആ പുതിയ ഹൃദയത്തിൽ പിന്നെ വസിക്കുന്നത് കർത്താവിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയങ്ങളിൽ പിന്നെ വസിക്കുമാറാക്കുന്നത്. ആ പുതിയ ഹൃദയത്തെ കുറിച്ച് നമുക്ക് പിന്നെയും ആവർത്തിച്ച് നമുക്ക് കാണാൻ കഴിയും. എസെക്കിയേൽ 36 എസെക്കിയേലിന്റെ 36 26ാമത്തെ വാക്യം. verse 26-27. Ezekiel chapter 36 verse 26-27. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. അപ്പം ഇത് ആദ്യമേ തന്നെ ദൈവം തന്നിരിക്കുന്ന പ്രോമിസ് ആണ്. ഇതാണ് കർത്താവിന്റെ രക്ഷാപദ്ധതിയുടെ ഭാഗം. രക്ഷിക്കപ്പെടുന്നവരുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ, those who are really born again will have a new heart, ഒരു പുതിയ ഹൃദയം. എസെക്കിയേൽ 36 verse 26-27 ആണ് വായിച്ചത്. അപ്പം പുതിയ ഹൃദയം എനിക്ക് തരും. അത് തന്നെയുമല്ല, ഇപ്പോൾ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവം എന്നോട് തരുന്നു. അതിനെ നിറയ്ക്കുന്നത് എങ്ങനെയാണ്? അവൻ പരിശുദ്ധാത്മാവിനാൽ എന്റെ ഹൃദയത്തെ, I will put my spirit within you and I will cause you to walk in my statutes and you will keep my judgments and do them. ഇത് തന്നെയാണ് എബ്രായലേഖനം 10ാം അധ്യായം. എബ്രായലേഖനം 10ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ ഭാഗത്തും ഇതേ കാര്യം തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നു. verse 16. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിന്റെ അരുളപ്പാട്.
പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അപ്പം വീണ്ടും ജനിച്ച അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു ജീവൻ കൊടുത്ത് കടന്നു വന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഇപ്പോൾ ആര് വസിക്കുന്നു? ക്രിസ്തുവേശു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വസിക്കുന്നു. റെവലേഷൻസ് ചാപ്റ്റർ 3 verse 21 നമ്മൾ വായിക്കുമ്പോൾ പിന്നെ നമ്മൾ വായിക്കുന്നത് എന്താണ്? 20ാമത്തെ വാക്യം verse 20. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം. I will come into him and dine with him and he with me. അപ്പം അവൻ എന്നോടുകൂടെയും ഞാൻ അവനോടുകൂടെയും കഴിക്കുമെന്ന് പറയുമ്പോൾ അവന്റെ കൂടെയുള്ള ഒരു സഹവാസം അല്ലെങ്കിൽ the fellowship of the Holy Spirit. അതുകൊണ്ടാണ് വീണ്ടും ജനിച്ച ദൈവമക്കൾ വ്യത്യാസമുള്ളവരാണ് എന്ന് പറയുന്നത്. ക്രിസ്തുവേശുള്ളവൻ വ്യത്യാസമുള്ളവനാണെന്ന് പറഞ്ഞത് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 1 John chapter 3 1 യോഹന്നാൻ 3-ാം അധ്യായം verse 5 and 6. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. Whoever abides in him does not sin. പിന്നെ പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. Whoever sins has neither seen him nor known him. എന്തുകൊണ്ടാ കാര്യം? ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇപ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്, വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്നത് ഒരു പുതിയ ഹൃദയമാണ്, കർത്താവിന്റെ പുതിയ ആത്മാവാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ക്രിസ്തുവേശുവിന്റെ ശിക്ഷാവിധിയില്ലെന്നും ഇപ്പോൾ പുതിയ സൃഷ്ടിയാണെന്നും ഒക്കെ ദൈവം നമ്മളെ കുറിച്ച് ആവർത്തിച്ച ദൈവവചനങ്ങളിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ റോമർക്ക് ലേഖനം 8-ാം അധ്യായത്തിൽ മടങ്ങി വരുമ്പോൾ നമ്മൾ പിന്നെയും കാണുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആരാണ് എന്നുള്ളത് ചൊല്ലുന്നു. ചാപ്റ്റർ 8-ാം അധ്യായത്തിന്റെ 8-ഉം 9-ഉം ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ തൊട്ടടുത്ത വാക്യം നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ but you are not in the flesh. വായിച്ചോട്ടെ 8-ാമത്തെ വാക്യം. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല. അല്ല. അപ്പൊ മേളത്തെ വാക്യം നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത് എപ്പോഴാണ്? വീണ്ടും ജനിച്ചു കഴിയുമ്പോഴാണ് അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വാസം തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ജനിച്ച നമുക്കപ്പൊ എന്ത് ചെയ്യാൻ കഴിയും? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. ജഡത്തിലുള്ളവരെ സംബന്ധിച്ച് പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയും? ഇവിടെ പറഞ്ഞിരിക്കുന്നു, വാക്യം മൊത്തം വായിക്കുമ്പോൾ ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളുണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുവാൻ ക്രിസ്തു യേശു ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ ജീവൻ ചെയ്യുവാൻ കഴിയുമെന്ന് പറയുന്നു. എന്നാൽ ഇനി ഒരു കാര്യം അടുത്ത് ഞാൻ പറഞ്ഞു, 12, 13, 14 വാക്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് നമ്മൾ ഇനി എന്താണ് അതുകൊണ്ട് ഇത്രയൊക്കെ ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ ചെയ്തത്. ഇതൊക്കെ നമ്മളാരും ചെയ്തതല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ചെയ്തു തന്നാണ്. നമുക്കൊരു പുതിയ ഹൃദയം തന്നു, ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നു. നമ്മുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പാപത്തിന് അധീനനല്ല, ക്രിസ്തുവേശുവിന് അധീനനാണ്. നമുക്ക് നമ്മുടെ ജീവിതം പുതുതാക്കി ദൈവം പിന്നെയും ഒരു പുതിയ ഷീറ്റ് നമുക്ക് തന്നു. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് പറഞ്ഞത് 14-ാമത്തെ വാക്യം തുടങ്ങുന്നത് therefore. നമുക്ക് പലപ്പോഴും വായിക്കുമ്പോൾ അറിയാം, therefore നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ തൊട്ട് മേളിൽ അതിന്റെ കാരണം പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് therefore. ഒരു കാര്യം ഇത്രയും പറഞ്ഞു വന്നതിന് ശേഷം അത് പ്രൂവ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മേളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമായിരിക്കുന്നത് കൊണ്ട് അടുത്ത കാര്യം പറഞ്ഞു 14-ാമത്തെ വാക്യം. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം.
ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പൊ ഇവിടെയാണ് പിന്നെയും നമ്മളെ പുതിയ കർത്താവ് തന്ന പുതിയ ജീവനിൽ എങ്ങനെ ജീവിക്കണം എന്ന ദൈവം നമ്മളെ കുറിച്ചാണ്. എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഇനിയും നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ്. അവന്റെ പരിശുദ്ധാത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പിന്നെ ഞാൻ ഓർപ്പിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഒരു ടെക്നിക്കുകളും പറഞ്ഞു കൊടുക്കാം. നമുക്ക് ഒത്തിരി ടെക്നിക്കുകൾ കാണും. എങ്ങനെയാണ് പാപത്തെ ജയിക്കുന്നത് ടെക്നിക്കുകളൊക്കെ പറഞ്ഞുതരാം. പാപത്തെ ജയിക്കുന്നത് ടെക്നിക്കൽ കൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ നമ്മളെ ബലപ്പെടുത്തുന്നതുകൊണ്ടാണ് നമ്മൾ നിർത്തുമാക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഐ മസ്റ്റ് ഓവർകം ബൈ പുട്ടിംഗ് the deeds of the flesh by the spirit of the Lord. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് നമ്മൾ പിന്നെ പാപത്തെ ജയിക്കുവാനായിട്ട് പോകുന്നത്. അതെപ്പോഴാണ്? അത് നമ്മുടെ ജഡത്തിന്റെ അവയവങ്ങൾ നമ്മൾ പിന്നെയും അതിലോട്ട് വലിക്കുമ്പോൾ. എന്തുകൊണ്ടാണ് വലിക്കാൻ? ഇപ്പോഴും അകത്തെ മനുഷ്യൻ പൂർണ്ണമായിട്ട് മരിച്ചിരിക്കുന്നുവെങ്കിലും നമ്മുടെ മനസ്സിന് ഇപ്പോഴും ഈ ഒരു ഉള്ള എപ്പോഴും ഉണ്ട്. കാരണം മനസ്സ് മലിനമാണ്. അതുകൊണ്ടാണ് എബ്രായരുടെ 12-ാം അധ്യായം നമ്മൾ വായിച്ചത്, മനസ്സ് പുതുക്കണം. കൊലോസ്യരുടെ 3-ാം അധ്യായത്തിൽ വായിച്ചത്, സെറ്റ് യുവർ മൈൻഡ് അബവ്, മനസ്സ് ഉയരത്തിലുള്ളത് വെപ്പീരും നമ്മൾ പറയുന്നത്. കാരണം എന്താണ്? ഇപ്പോഴും മനസ്സിന് എന്താ താല്പര്യം? മനസ്സിന് ഈ ലോകത്തിലേക്കുള്ളത്, പിശാചിന് താല്പര്യമുള്ള തരം മനസ്സിന് രൂപാന്തരം വരണമെന്ന് പിന്നെയും പറയുന്നത്. അപ്പൊ ഈ മനസ്സിന് രൂപാന്തരം വരിക എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ വ്യക്തമായ ഒരു കാര്യം മനസ്സിലാണ്. We need to set our goal in the front. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ഗോൾ എന്തായിരിക്കണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് എന്താണോ അങ്ങോട്ടേ നമ്മൾ നടക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഉയരത്തിലേക്കുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കണം എന്ന് പറയും. ഉയരത്തിലേക്കുള്ളത് വെക്കുന്നെങ്കിൽ നമ്മൾ ആ മുമ്പോട്ട് താല്പര്യപ്പെട്ട് കടന്നുപോകും, അല്ലെ? അതുകൊണ്ടല്ലേ കഴിഞ്ഞ മാസം വായിച്ച വാക്യം ഞാൻ പിന്നെയും ഞാൻ വായിക്കുന്നത്. കൊലോസ്യരുടെ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം, Colossians chapter 3 verse 2. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുക. ഉയരത്തിലുള്ളത് ചിന്തിക്കുക. ഇംഗ്ലീഷിൽ സെറ്റ് യുവർ മൈൻഡ് ഓൺ തിങ്സ് അബവ്, മനസ്സ് അങ്ങോട്ട് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നില്ല എന്നുള്ളതല്ല, പക്ഷെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിലെ ചിന്ത ഉയരത്തിലേക്കുള്ളതായിരിക്കും. അതുകൊണ്ടാണ് നമ്മളുടെ പരദേശികളാണെന്നൊക്കെ പലപ്പോഴും പിന്നെയും നമ്മൾ ഓർപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ കർത്താവേ എന്നെ ഉയരത്തിലേക്കുള്ളത് ശരിയാണ്. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് മടങ്ങി വരുമ്പോൾ ഇവിടെ പറയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമുക്ക് വേണ്ടി എന്തുകൂടെ ആയിരിക്കുന്നു? ഞാൻ ആദ്യം വായിച്ച വാക്യം പോലെ ഒരു ആശ്വാസവും കൂടെ ആയിരിക്കുന്നു, അല്ലെ? 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, 14-15 വായിക്കുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഏതൊരു സാഹചര്യത്തിൽ നമ്മുടെ സ്വർഗത്തിലേക്ക് നോക്കി ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ജീവിതങ്ങളിൽ വർദ്ധിച്ചു വരേണ്ട അളവിൽ ഗ്രോത്ത് ഉണ്ടാവേണ്ടത്. ഇവിടെ ആത്മീയ വളർച്ച ഉണ്ടാവേണ്ടത് ഇവിടെയാണ് നമ്മൾ ഇനി ആത്മീയമായിട്ട് വളരാൻ പോകുന്നത്. എങ്ങനെയാണ്? ഭയം നമ്മുടെ ജീവിതത്തിൽ കാരണം തിന്നുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, ഒരു പക്ഷേ നമ്മുടെ തന്നെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്ക, ഒരു പക്ഷേ നമ്മളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ആശങ്ക, ഇതൊക്കെ നമ്മളെ കാരണങ്ങളെന്നൊരു കാര്യം, നമ്മുടെ ജോലിയെ കുറിച്ചുള്ള ആശങ്ക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണും. പക്ഷെ എന്താ കാരണം? നമുക്കിന്നൊരു നമുക്കിന്നൊരു നിങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാർ എഴുതുമ്പോൾ ഒരാൾക്ക് ഒരു സഭയ്ക്ക് വേണ്ടി മാത്രമല്ല അത് പിന്നെ എഴുതുന്നത്. ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. നമ്മൾ മക്കളായിരിക്കുന്നത് കൊണ്ട് God has sent forth the spirit of his son into your hearts, crying out Abba Father. ഇപ്പോൾ നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഓടി ചെല്ലാവുന്നു. ഞാൻ ചോദിക്കട്ടെ, സഹോദരി സഹോദരന്മാരെ, നമ്മളുടെ ബലമാണ്, നമുക്ക് സന്തോഷമാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ
അതിനപ്പുറത്തായി ആദ്യമായി നമ്മൾ ഓടിച്ചെല്ലുന്നത് എങ്ങോട്ടാണ്? അപ്പൻ്റെ സന്നിധിയിലോട്ട്. എബ്രായലേഖനത്തിൽ വായിക്കുമ്പോൾ തക്കസമയത്ത് ഓടിച്ചെല്ലുന്നത് കരുണയും കൃപയും പ്രാപിക്കണമെന്ന് കൃപാസനം നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. Praise the Lord. അപ്പം ആ അപ്പൻ്റെ ഒരു മാർഗോട്ട് ഓടി ചെല്ലുവാൻ നമുക്കായിരുന്നു. അത്രയും മാത്രമല്ല, പിന്നെയും നമ്മൾ താഴോട്ട് വായിക്കുന്നത് ഇങ്ങനെയാണ്. 16-ാമത്തെ വാക്യം, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോടുകൂടി എന്ത് പറയുന്നു? സാക്ഷ്യം പറയുന്നു. എന്താണ് സാക്ഷ്യം പറയുന്നത്? 16-ാമത്തെ വാക്യം, സാക്ഷ്യം പറയുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുള്ളിൽ എപ്പോഴും വരുന്നത് യു ആർ ഡിഫറെന്റ്. നീ വ്യത്യാസമുള്ള മനുഷ്യനാണ്, നീ വ്യത്യാസമുള്ള മനുഷ്യനാണ്. ലോകത്തിൽ എല്ലാവർക്കും എങ്ങനെയാ നടക്കാം, പക്ഷെ നിനക്ക് വ്യത്യാസമുണ്ട്. നീ ആരാണിപ്പോ? നീ ദൈവത്തിന്റെ പൈതലാണ്. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ, verse 16. കുഞ്ഞുങ്ങളാ വാക്യം ഒന്ന് വായിച്ചേ, 16-ാമത്തെ വാക്യം, chapter 8 verse 16. Are you following or not? Chapter 8 verse 16. Romans chapter 8 verse 16. The Spirit Himself testifies with our spirit that we are children of God. But he is talking about two spirits there, അല്ലേ? ദൈവത്തിന്റെ ആത്മാവും നമ്മുടെ ആത്മാവും. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നത്. എന്താ സാക്ഷ്യം പറയുന്നത്? That you don't belong to the world. You belong to the Lord. നീ ദൈവത്തിന്റെയാണ്, നീ ദൈവ പൈതലാണ് എന്ന് പിന്നെയും സാക്ഷ്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴൊക്കെ വാർണിംഗ് സൈൻസ് നമ്മുടെ ഹൃദയങ്ങളിൽ കേൾക്കുന്നത്. ഈ വ്യത്യാസമുള്ളതാണ്, നിനക്കിത് പറഞ്ഞിട്ടില്ല, നിനക്കിത് ചെയ്യാൻ പറ്റിയാല, കാരണം യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ് എന്നുള്ള വ്യത്യാസം നമ്മളുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ, അതിപ്പം വല്ലവരും പറഞ്ഞു തരുന്നോണ്ടല്ല, നമ്മുടെ ഹൃദയങ്ങളിൽ തന്നെ ദൈവത്തിന്റെ കൽപ്പനകൾ എഴുതി തന്നിരിക്കുന്നു. അങ്ങനെയല്ലേ നമ്മൾ വായിച്ച്, ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മുടെ ഹൃദയങ്ങളിൽ തന്നെ എഴുതി തന്നിരിക്കുന്നു. അപ്പൊ വീണ്ടും ജനിച്ച വൺ ഹു ഈസ് ബോൺ അഗെയിൻ, വീണ്ടും ജനിച്ച ദൈവത്തിന്റെ ഹൃദയങ്ങളുടെ ഉള്ളിൽ കൽപ്പനകൾ ദൈവം എഴുതിച്ചിരുന്നു. ആ കൽപ്പനകൾ പ്രകാരമാണ്. അപ്പൊ ഇനി കൽപ്പനകളിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യത്തേക്കല്ല, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ നടക്കണം എന്നുള്ളത്. ആ ഒരു എൻത്യൂസിയാസത്തോടുകൂടെ നടക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. വേഴ്സ് 17 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്താണ്? ഇപ്പോൾ കൂട്ടവകാശികളാണ്. പിന്നെ വായിച്ചാൽ 17-ാമത്തെ വാക്യം, നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന്. ഒരു വാക്യം ഇനി ഗലാത്യർക്ക് 4-ാമത്തെ വാക്യം, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ദാസരല്ല പുത്രരത്ര, ദൈവത്തോടു കൂടി അവകാശികളാകുന്നു നമ്മളെ പറയുന്നു. യെസ്, പിതാവ് പുത്രന് നൽകിയ അതേ സപ്പോർട്ടാണ് നമുക്കും ദൈവം നൽകി തരുന്നത്. പക്ഷേ ഇനിയിപ്പോ പറയാൻ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് പറയാനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്രയും പോയി സന്തോഷമായിരുന്നു. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വേഴ്സ് 17, 8-17 രണ്ടാമത്തെ ഭാഗം, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ. If indeed we suffer with him, that we may also be glorified. അപ്പോ തേജസ്കരിക്കപ്പെടേണ്ടതിനായിട്ട് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. അവര് ഈ ബൈബിൾ അറേഞ്ച് ചെയ്തപ്പോൾ റോമർക്കെഴുതിയ ലേഖനമാണ് അപ്പോസ്തലനായ പൗലോസിന്റെ പല ലേഖനങ്ങൾ എഴുതിയതിലും ഒന്നാമതായി വെച്ചിരിക്കുന്നു. എന്താണെന്നറിയാമോ? ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. നമ്മുടെ ഹൃദയങ്ങളുടെ അകത്തുള്ള നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ക്രിസ്തുവിന്റെ അനുഗ്രഹം, അവകാശം, ബലം, സന്തോഷം, കൂട്ടായ്മ ഒക്കെ അതുപോലെ തന്നെ വേറൊന്നും കൂടെ നമ്മൾ അതിന്റെ കൂട്ടായ്മകളാകണം. എന്തിന്റെ കൂട്ടായ്മകളാകണം? കഷ്ടത്തിന്റെ കൂട്ടായ്മകളാണ്. Affliction because of Christ's name, that we may suffer with him, that we may also be glorified together. അവനോട് കൂടെ കഷ്ടം അനുഭവിക്കാനും കൂടെ വരം നമുക്ക് ലഭിച്ചിരിക്കുന്നു, അല്ലേ? അതോടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളോട് പറയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്നു, അഭാപിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശം തന്നിരിക്കുന്നു. പിന്നെയും നമുക്കൊരു ബോധ്യം തരുന്നു, കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ബോധ്യം നമുക്ക് തരുന്നു. അതുപോലെ സ്വർഗത്തിലെ സകല സ്വർഗീയ അനുഗ്രഹങ്ങളാൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആ അനുഗ്രഹത്തിന്റെ ഭാഗമാണ് നമ്മളെ ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് അവന്റെ കഷ്ടങ്ങളിലും നമ്മളെ ഭാഗമാണ്. അവനോടുകൂടെ കഷ്ടം സഹിക്കുന്നു, അവനോടുകൂടെ കഷ്ടം സഹിക്കുമ്പോൾ, അവനോടുകൂടെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിക്കുമ്പോൾ അത് അനുഗ്രഹമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി.
തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നു ഫോർ ഐ കൺസിഡർ. 18ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു അപ്പോസ്തലൻ പൗലോസിന്റെ അനുഭവമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഐ കൺസിഡർ ദീസ് സഫറിങ്സ് ആർ നത്തിങ്. 18ാമത്തെ വാക്യം, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അദ്ദേഹത്തിന്റെ പൊസിഷനാണ്. അദ്ദേഹം സുഖത്തിലൊന്നും അല്ല ആയിരുന്നത്, അദ്ദേഹം വളരെ ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിരുന്നപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഐ കൺസിഡർ ദീസ് തിങ്സ് ആസ് നത്തിങ് കമ്പയർഡ് ടു വാട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ്. അത് നമ്മുടെ ഹൃദയങ്ങളുടെ ദൃഷ്ടി പ്രകാശിപ്പിക്കാതെ നമുക്ക് പറ്റത്തില്ല. ഇത് കാണണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധ ഇവിടെയാണ് വളർച്ച നമുക്കുണ്ടാവുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കടയിൽ ചെന്നതിന് ശേഷം നമ്മളൊരു സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആ സാധനത്തിന് നമ്മൾ പറയുന്നു 1000 രൂപയാണ്. നമ്മളത് നോക്കും, ഈ സംഭവം 1000 രൂപ കൊടുക്കാൻ വിലയുള്ളതാണോ എന്ന് നോക്കും. 10 രൂപയുടെ വിലയുള്ള സാധനമാണ്, പക്ഷെ അവർ ഇട്ടിരിക്കുന്ന വില 1000 രൂപയാണെങ്കിൽ നമ്മൾ 1000 രൂപ കൊടുത്ത് അത് വാങ്ങിക്കത്തില്ല. നമ്മൾ മടയന്മാരല്ല, പക്ഷെ നമുക്ക് ബോധ്യമുണ്ട് അത് 2000 രൂപയുടെ സാധനമാണ്, പക്ഷെ ഞാൻ 1000 രൂപയെ കൊടുക്കുന്നുള്ളൂ എങ്കിൽ എളുപ്പം ഞാൻ 1000 രൂപ കൊടുത്ത് അത് ഞാൻ വാങ്ങിക്കും, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ബോധ്യങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പ്രാർത്ഥിക്കുന്ന, കർത്താവേ നമ്മുടെ ഹൃദയ ദൃഷ്ടികൾ പ്രകാശിക്കണം. വിലയുള്ളത് എന്തുവാണെന്നും വിലയില്ലാത്തത് എന്തുവാണെന്നും തിരിച്ചറിയേണ്ടതിന് ഹൃദയത്തിന്റെ ദൃഷ്ടികൾ പ്രകാശിപ്പിക്കപ്പെടണം. ഹൃദയത്തിന്റെ ദൃഷ്ടികൾ പ്രകാശിക്കപ്പെടുമ്പോൾ വിലയുള്ളത് എന്താണ്? എക്സാക്ട്ലി വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദിസ് തിങ്. ഈ സഫറിങ്ങിൽ കൂടെ കടന്നു പോകുമ്പോൾ, ഈ കഷ്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം എന്നെ എത്രമാത്രം വിലയുള്ളതായിട്ട് എണ്ണുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് എനിക്ക് വരുമ്പോൾ ഞാനിതെല്ലാം സാരമില്ല എന്നും അത് കഷ്ടങ്ങൾ പ്രയാസമില്ല എന്നും. അതുകൊണ്ടാണ് ക്രൂശിലേക്ക് പോയ കർത്താവായ യേശു ക്രിസ്തു ആ അപമാനം അലക്ഷ്യമാക്കിയത്. അതിനെക്കുറിച്ച് കാര്യമായി ഗണ്യമാകാൻ വരുവാനിരിക്കുന്ന സന്തോഷം ഓർത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ പിന്നെയും ആശ്വാസം വേണ്ടി വരുന്നത്. ഈ കഷ്ടം കൂടി കടന്നു പോകുമ്പോഴാണ് നമുക്ക് ആശ്വാസം വേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് റോമർക്കെതിരെ 8-ാം അധ്യായത്തിൽ പിന്നെയും പറയുന്നു, ഇവിടെ പറഞ്ഞിരിക്കുന്നു സൃഷ്ടി തന്നെ ഈസ് ദോസ് ഹു ആർ റിയലി വെയിറ്റിംഗ് ഫോർ ദ സൺ ഓഫ് ഗോഡ്. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇതിൽ കാണുന്ന കാര്യമുണ്ട്. 22ാമത്തെ വാക്യം, സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയിലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് one day we are going to go for നമ്മുടെ ശരീരങ്ങൾ, മർദ്യമായ ശരീരങ്ങൾ ക്ഷീണിക്കുമ്പോഴും പ്രയാസപ്പെടുമ്പോഴും ഒക്കെ ഒരു ദിവസം നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മളെ കർത്താവിന്റെ വരവെങ്കിൽ നമ്മളെ ചേർക്കും എന്നുള്ള പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ പിന്നെയും പിന്നെയും ഉണ്ടാകും. നമ്മളെ എക്കാലവും ഇവിടെ നിന്ന് ജോലി ചെയ്യണമെന്ന് കർത്താവിനെ വിളിച്ചിട്ടുണ്ട്. one day God will call us and we will go. That is going to happen. പക്ഷേ ആ സമയം വരെ നമ്മുടെ ഹൃദയത്തിനകത്തൊരു ഞരക്കം ഉണ്ട്, അല്ലേ? കർത്താവേ നിന്റെ വരവ് എന്നാണ് കർത്താവേ. അപ്പോൾ ഇങ്ങനെ താഴെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് 24-25 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പ്രത്യാശയിലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനിയും പ്രത്യാശ. എന്താണ് നമ്മുടെ പ്രത്യാശ? പ്രേസരങ്ങളെ, എന്താണ് പ്രത്യാശ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആ വായിച്ചയുടെ വാക്യം 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ 13-ാമത്തെ വാക്യം തൊട്ട് വായിക്കാം. 13-ാമത്തെ സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്തവരെ പോലെ, ഹോപ്പില്ലാത്തവരെ പോലെ, മറ്റുള്ളവരെ പോലെ നമ്മൾ ആയി പോകരുത്. വായിച്ചാൽ, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ
ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പൊ ഇവിടെ കർത്താവിന്റെ കൂടെ ചേർക്കപ്പെടുന്ന കാര്യം ജീവനോടെ ശേഷിക്കുന്നവരായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവ് അതിന് മുമ്പാണ്, മരിക്കുന്നതിന് മുമ്പാണെങ്കിൽ കർത്താവ് മേഘങ്ങൾ വരുമ്പോൾ നമുക്കും ചേർക്കപ്പെടാനുള്ള ഒരു പൂർണ്ണ അവകാശം ഇത് നമ്മുടെ പ്രത്യാശയാണ്. എന്നിട്ട് പിന്നെയും പോസ്റ്റർ പൗലോസ് 8-ാമധ്യായത്തിൽ റോമൻസ് ചാപ്റ്റർ 8 പറയാണ് ലൈക്ക് വൈസ് 26-ാമത്തെ വാക്യം The Spirit also help in our weakness. 26-ാമത്തെ വാക്യം. അതുകൊണ്ടും തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പറയാണ്, ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വന്ന പല സാഹചര്യങ്ങളും നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നു ഈ സാഹചര്യങ്ങളിലൂടെ when you are saying when you are going through sufferings, ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുമ്പോൾ, കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളത്, എന്താ പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയാൻ വയ്യാത്ത ചില സാഹചര്യങ്ങളാണ്. ചില സമയത്ത് ദൈവസ്ഥലം ചെന്നിരുന്നത് കർത്താവെ വായിൽ നിന്നൊരു വാക്ക് പോലും വരാൻ പറ്റുന്നില്ല. കാരണം അതുപോലെ നമുക്കറിയാം, യോബിന്റെ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്, യോബിന്റെ കൂട്ടുകാർ പറഞ്ഞ് 7 ദിവസം പോലും വെറുതെ മിണ്ടാതെ ഇരുന്നു. കാരണം അവർ വിഷമം കൊണ്ടിരുന്നതാ. അതുപോലെ ഇവിടെ നമ്മളും ദൈവസ്ഥലത്തിൽ ചെന്നിട്ട് ഒന്നും പോലും പറയാൻ പറ്റാതെ വിഷമിച്ച് ഇരിക്കുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോഴും പറയുകയാണ്, നിന്നെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നിലുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നു ആത്മാവ്, ഇവിടെ പറഞ്ഞിരിക്കുന്നു ലൈക്ക് വൈസ് സ്പിരിറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ അവർ വീക്ക്നെസ്, ഫോർ വി ഡു നോട്ട് നോ what we should pray as we ought to, but the Spirit himself makes intercession. നമുക്ക് വേണ്ടി ഒരു ഇടിവിൽ നിൽക്കുന്ന ഒരു ആത്മാവ് നമുക്ക് വേണ്ടി ഉണ്ട് എന്ന് പറയുന്നു. Who makes an intercession for us and supports us. നമുക്ക് സുവിശേഷങ്ങളിൽ അറിയാൻ, നിങ്ങളെ പിടിച്ച് പലയിടത്തും നിർത്തുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയാതിരിക്കുന്ന സാഹചര്യം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നിർത്തുമെന്ന് പറയുന്നു. യെസ്, ദാറ്റ് ഇസ് ആൻ ഇന്റർസെഷൻ, ദാറ്റ് ഇസ് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവം നമ്മുടെ ബലഹീനതയിൽ നമ്മളെ തുണയ്ക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവം നമ്മളെ നിർത്തുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, വീണ്ടും ജനിച്ച ദൈവബോധനെ സംബന്ധിച്ചിടത്തോളം സഹായമില്ലാതെ അനേക ചില കൽപ്പനകൾ അനുസരിക്കുക എന്ന് പറഞ്ഞ് വിടുകയല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം തന്ന് നമ്മളെ നിർത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് വ്യത്യാസം. ഇവിടെ മനസ്സിലാക്കണം, ഇതൊക്കെ അനുസരിക്കണം. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിൽ ബെറ്റർ, ഇതിനെക്കാട്ടി കുറച്ചനുസരിച്ചാൽ മതിയായിരുന്നു. പുതിയ നിയമത്തിൽ അതിന്റെ അപ്പുറത്തെ ലെവലിലോട്ടാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അനുസരിക്കണമെന്ന് പറഞ്ഞേച്ചങ്ങ് വിടുകയല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് തരികയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് ഐ വിൽ ഗീവ് യു അനദർ ഹെൽപ്പർ, ഞാൻ നിനക്ക് വേറൊരു വ്യക്തിയെ സഹായിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ തരാം. Who is that? It is none other than the Holy Spirit himself. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമ്മളെ തുണയ്ക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ ബലഹീനതയുടെ സാഹചര്യങ്ങളിൽ ഞാൻ ആദ്യം വായിച്ച വാക്യത്തിൽ പിന്നെ ഞാൻ ഓർപ്പിക്കട്ടെ. ആ സാഹചര്യത്തിൽ പറയുകയാണ്, കർത്താവെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പറഞ്ഞു, ഈ തകർന്നിരിക്കുന്ന മനസ്സും കൊണ്ട് വരുമ്പോൾ ഇവിടെ ആരാ നമ്മളെ സഹായിക്കുന്നത്? ദൈവത്തിന്റെ പ്രിയസഹോദരങ്ങളെ, നമുക്ക് ലോകത്തിലെ പലരുടെയും ചെന്നേണ്ട ആവശ്യം നോക്കില്ല. നമുക്കൊരു കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്, നമുക്കൊരു പരിശുദ്ധാത്മാവുണ്ട്. അവൻ നമ്മളെ ആശ്വസിപ്പിക്കുന്നു. നമ്മളുടെ കാര്യങ്ങൾ അപ്പാടെ പിതാവിനോട് അറിയിക്കുക. നമുക്ക് പോലും വാക്കുകൾ പറഞ്ഞ് എന്ത് പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നതായി കാണുന്നു. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാവുന്നു, ഇവിടെയൊക്കെ നമ്മളൊരു കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ സഹിത്വം പുതിയ നിയമ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ അധികമായി വരണമെന്ന് മനസ്സിലാക്കി, അല്ലേ? കാരണം പാപത്തെ ജയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായമാണ്. കഷ്ടങ്ങളിൽ നിൽക്കുവാൻ ഉള്ള ബലം നൽകേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് വേണം. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുകയാണ് 29-ാമത്തെ വാക്യം, 28-29 വാക്യം വായിക്കാണ്. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? അവൻ നമുക്ക് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും, verse 28 and 29 അവിടെ പറഞ്ഞത്, ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അതെല്ലാം ദൈവം നമുക്ക് വേണ്ടി തിരിച്ച് ഗുണമാക്കി തീർക്കുന്നു, അല്ലേ? 28-ാമത്തെ വാക്യം, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആർക്ക് വേണ്ടി? ഇത് വെറുതെ ആർക്കും എടുത്ത് വണ്ടി ഇരിക്കുന്നത് നന്മയ്ക്കായിട്ടായിരിക്കും. അയ്യോ ജോലി പോയി നന്മയ്ക്കായിട്ടായിരിക്കും. എല്ലാവർക്കും എടുത്ത് ഉപയോഗിക്കാനുള്ള വാക്യമല്ല ഇത്. ഈ പറഞ്ഞ
കാറ്റഗറി ഇങ്ങനെ പറഞ്ഞു വിടുക. രക്ഷിക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ജീവിക്കുവാൻ മനസ്സ് വെച്ച് മുമ്പോട്ട് പോകുന്ന ദൈവവൈതന്റെ ജീവിതത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ കഷ്ടങ്ങളിൽ കൂടി കടത്തി വിടുമ്പോൾ ആ കഷ്ടത്തിന് നടുവിലും കർത്താവ് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ അവനെ അഷ്വർ ചെയ്യുന്ന ഒരു വാക്കാണ് സഹോദര, നിന്റെ ജീവിതത്തിൽ എന്ത് വന്നാലും അത് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുവാൻ ദൈവം ശക്തനാണ്. അത് ചെയ്യുമെന്ന് ദൈവം ഉറച്ചു മനസ്സിലാക്കണം. അപ്പം പൗലോസ് പലരും എന്നെ കൈവിട്ടെങ്കിലും അവിടെയൊക്കെയും ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു എന്നൊക്കെ പറയുമ്പോഴാണ് അതും ദൈവം ഗുണമാക്കി തീർത്തു. ജയിലിൽ കൊണ്ടിട്ടപ്പോഴും ജയിലിൽ കൊണ്ടിട്ട് അവിടെ ഇരുന്ന് പാട്ട് പാടിയപ്പോഴും അവിടെ അത്ഭുതങ്ങൾ ചെയ്ത് പൗലോസിനെയും ശീലാസിനെയും ദൈവം വരെ വിടുവിച്ചപ്പോൾ അവിടെ ഒരു കുടുംബത്തിന് മാനസാന്തരത്തിനിടയാക്കി തീർത്തു. അപ്പം സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം. അപ്പം ഹൃദയം ദൈവത്തിന് വേണ്ടി മുഴു ഹൃദയത്തോടുകൂടി കർത്താവിനെ സേവിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം സകലതും കർത്താവ് നമുക്ക് ഗുണമാക്കി തീർക്കുകയാണ്. Praise the Lord. Hallelujah. അവിടെ പറഞ്ഞിരിക്കുന്നു verse 30. മുപ്പതാമത്തെ വാക്യത്തിൽ പറയുന്നു, moreover whom he predestined he also called, whom he called he also justified, whom he justified he also glorified. മുപ്പതാമത്തെ വാക്യം എന്നിട്ട് താഴോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ കർത്താവിന്റെ സ്നേഹത്തിൽ അവിടെ ആര് അല്ലെ അങ്ങനെയല്ലേ പറഞ്ഞത്. പിന്നെയും പറഞ്ഞിരിക്കുന്നു what shall I say. 31ാമത്തെ വാക്യം if God is for us who can be against us. 31ാമത്തെ വാക്യം ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ശോധന ചെയ്ത് നോക്കാം. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് അനുകൂലമാണെങ്കിൽ ഇനി എത്ര പ്രതികൂലമുണ്ടായാലും കർത്താവ് നമ്മുടെ പറഞ്ഞിരിക്കുന്നു സ്വന്തം പുത്രനെ പോലും മാറ്റിവെക്കാം. അവനെ തന്നവൻ. തൊട്ടടുത്ത വാക്യം 32ാമത്തെ വാക്യം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ആ കോണ്ടെക്സ്റ്റിലാണ് ഈ സകലവും എന്നൊക്കെ പറയുന്നത്. ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുത്ത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആകെ മൊത്തത്തിൽ അർത്ഥം മാറും. ആ കോണ്ടെക്സ്റ്റിലാണ്. കാരണം കഷ്ടങ്ങളിലേക്ക് നടന്നു വരുവാനായിട്ട് ആഹ്വാനം ചെയ്ത ദൈവമക്കളോട് ഈ കഷ്ടത്തെ കൂടി കടന്നു പോകുമ്പോഴും പരിശുദ്ധാത്മാവ് നിന്നെ തുണയ്ക്കും, നിന്നെ ബലപ്പെടുത്തും. നിന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ പദ്ധതി അവൻ ആദ്യം മുതൽ തിരഞ്ഞെടുത്ത നിന്നെ നിർത്തുമെന്ന് പറഞ്ഞേച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പറഞ്ഞേച്ച് പറയുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നിനക്ക് തുണ നിൽക്കും. ആരെതിൽ നിന്നാലും പുത്രനെ നിനക്ക് വേണ്ടി തരാതെ ഇരുന്നില്ല. അവനെ നിനക്ക് വേണ്ടി തന്നെങ്കിൽ അതോടൊപ്പം സകലവിധമായ സപ്പോർട്ടും തരികയില്ലയോ? അതിലെങ്ങനെ എഴുതിയിരിക്കുന്നത് മനോഹരമായിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു 33ാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവം നീതീകരിച്ച ഒരു വ്യക്തിയെ ആര് കുറ്റം ചുമത്തുന്നു. 32 നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ കൂടെ ഒക്കെയും കടന്നു പോകുമ്പോൾ കുറ്റബോധത്തിന്റെ അടി കിടക്കാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. 33ാമത്തെ വാക്യം verse 33. ദൈവം തെരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. അവൻ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നവന് ആരാണ് നമ്മളെ കുറ്റം ചെയ്യുന്നത്? അതുകൊണ്ട് നമുക്കിപ്പോൾ ആരാണ് ആ സഹോദരൻ അങ്ങനെയാണ്, ഈ സഹോദരൻ ഇങ്ങനെയാണ്, ആ സഹോദരി ഇങ്ങനെയാണ്, അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം. കാരണം ജസ്റ്റിഫൈ ചെയ്തത് മേളിൽ നിന്നാണ് നീതീകരിച്ചത്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. സ്വർഗത്തിലെ ദൈവം പറയാനുള്ള അധികാരം അവിടുന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അധികാരമില്ല. അവിടെ നമുക്ക് വ്യക്തിപരമായി നമ്മുടെ ജീവിതം വർക്കൗട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പിന്നെയും താഴെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ പറഞ്ഞിരിക്കുന്നു verse 35 what shall we say? Who shall separate us from the love of Christ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർതിരിക്കും. ഒരു കൂട്ടായിട്ട് പറയാൻ അനേകം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഒറ്റ കാര്യം മാത്രമേ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാം, എല്ലാ കാര്യങ്ങളും അവിടെ എഴുതിയിട്ടുണ്ട്. ട്രിബുലേഷൻ, ഡിസ്ട്രസ്, പെർസിക്യൂഷൻ, ഫെമൈൻ, നേക്കഡ്നെസ്, പെർൽ ഓർ സോർഡ്, ഇതെല്ലാം അത് എഴുതിയിട്ടുണ്ട്. ഒരു കാര്യം മാത്രമേ എഴുതിയിട്ടില്ല. എന്താണെന്നറിയാം, സ്വന്തമായി ഇറങ്ങിപ്പോകുന്നതിനെ കുറിച്ച്. അപ്പൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ച അങ്ങനെ കഴിയില്ല എന്നവിടെ എഴുതിയിട്ട് ശ്രദ്ധിച്ചായിരുന്ന വാക്യത്തിൽ നിനക്ക് നേരെ വരുന്ന എല്ലാ പെർസിക്യൂഷനുകൂടെയും കർത്താവ് നിൽക്കണം. നിനക്കൂടെ നിൽക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും കർത്താവ് നിൽക്കണം. പക്ഷെ നീ തന്നെ ദൈവത്തെ തള്ളിപ്പറഞ്ഞാൽ, നീ തന്നെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ നിന്നെ ദൈവം പ്രൊട്ടക്ട് ചെയ്യാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്.
ഹൃദയത്തിനകത്തുനിന്ന് ദൈവത്തോടുള്ള സ്നേഹം. ദൈവം ആരുടെ മേലും തൻ്റെ സ്നേഹം അടിച്ചേൽപ്പിക്കുന്നില്ല. ദൈവത്തെ സ്നേഹിക്കാനുള്ള കോള് വളരെ ഓപ്പണാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ എല്ലാ വിഷയത്തിലും ദൈവം നമ്മൾ എന്നിട്ട് പറയും yet in all these things എല്ലാം 37 വാക്യം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. All these things, even if all these things come, the love of God will keep us safe. ദൈവത്തിൻ്റെ സ്നേഹം അത്ര വലുതാണ് നമ്മളോട്. സ്ഥലങ്ങളെ ഇത് നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുകയും മനസ്സിലാകുകയും ഒക്കെ ചെയ്യും. കാര്യം എന്താണെന്നറിയാം, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മളെ ആരൊക്കെയിട്ട് ഉറപ്പിക്കുന്ന ദൈവസ്നേഹം ആരും നിന്നില്ലേ. കർത്താവായ യേശു ക്രിസ്തു ഇതിൻ്റെ എല്ലാ മധ്യത്തിൽ നമ്മുടെ കൂടെ നിൽക്കും സഹോദര സഹോദരി എന്നുള്ള ഉറപ്പ് ദൈവം നമുക്ക് തരിക. പൗലോസിന് അനേക സമയം തനിയായിരുന്നു, അനേക സമയം കപ്പൽ ചേർന്നൊക്കെ നമ്മൾ വായിക്കുമ്പോഴൊക്കെ അദ്ദേഹം തനിയായിരുന്നു. ആ തനിയായിരിക്കുന്ന സമയത്തൊക്കെ ദൈവം പറഞ്ഞു, നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. കർത്താവ് നിന്റെ കൂടെ ഇരിക്കും. എന്ത് വിഷയം വന്നെന്ന് പറഞ്ഞാൽ, ആപത്തോ വാള എന്തുവാന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ കൂടെ ഇരിക്കാം. അതുകൊണ്ടാണ് മതാട് ശിശു ഒടുവിലത്തേക്ക് പറഞ്ഞത്, ലോകത്തിൻ്റെ അവസാനത്തോളം നിന്റെ കൂടെ ഇരിക്കാം. വ്യവസായങ്ങളെ ഇതൊക്കെ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളുടെ ഉറപ്പിന് വേണ്ടിയാണ്, ധൈര്യത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളുടെ ഉറപ്പിന് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ